ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥിച്ചും വളരെ ആഗ്രഹിച്ചും ആലോചിച്ചും തീരുമാനിച്ചുമുള്ളതായ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടി വരുവാൻ ഇടയായത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഇതിൻ്റെ ആരംഭം കുറിക്കുവാൻ 2025 മെയ് മാസത്തിലാണ് ഒരുക്കമിട്ടത്. അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഇതിനോടകത്ത് ചെയ്തെടുക്കുവാൻ നമുക്ക് ഇടയായി എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആഗ്രഹം ദൈവത്തോട് അറിയിച്ച് ഒപ്പം ജനങ്ങളുമായി പങ്കുവച്ച് മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ എമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സമൂഹം പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും അംഗീകാരം ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നാം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം പെന്തക്കോസ്ത് സമൂഹത്തെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു സഭയല്ല, സഭാപ്രവർത്തനങ്ങളില്ല. മറിച്ച് സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും തീരുമാനിച്ചും തുടക്കമിട്ടതായ ഒരു പ്രസ്ഥാനമാകുന്നു എന്ന പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ആപ്തവാക്യം തന്നെ ഐക്യത, സ്നേഹം, കരുതൽ എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു ലെവലിലായിരിക്കും തുടർമാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനം, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ കൂടി വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയിൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ അതിശക്തമായി പ്രവർത്തിച്ച് ആ പ്രവർത്തനയുടെ ഭാഗമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അതിൽ ചിലരെ ആദരിക്കുക എന്നുള്ളതായ ലക്ഷ്യത്തോടുകൂടെയാണ് നാം ഇന്നിവിടെ കടന്നു വരുവാനിടയായത്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിക്കുകയും ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 2 ദൈവദാസന്മാരെ ആദരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൽ ഒന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ എല്ലായിടങ്ങളിലും പ്രശസ്തിയുള്ളതായ, ഒന്നുകൂടെ പറഞ്ഞാൽ കേരളത്തെ മുഴുവൻ ഇളക്കി മറിച്ച് ആത്മീകമായി ഉണർവിലേക്ക് കൊണ്ടുവന്ന ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ നടുവിലും
അതുപോലെ പത്രപ്രവർത്തനങ്ങളുടെ ഇടയിലും TV സംവിധാനത്തിന് നടുവിലുമൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന പവർ വിഷന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദ്യകാല പ്രവർത്തകനും പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ഔദ്യോഗിക പദവികൾ വഹിച്ചതായ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ KC ജോൺ അവരുകളെയാണ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഞാൻ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ അദ്ദേഹം നെടുമ്പുറത്തൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് അന്ന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഏതാണ്ട് 40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ തീ ജ്വാല പോലെ തീ നാവായി മാറിയ ദൈവദാസൻ അദ്ദേഹത്തെ പ്രത്യേക യുണൈറ്റഡ് പെന്തക്കോസ്തൽ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് മുഖ്യ ആദരിക്കൽ ശുശ്രൂഷയിൽ നാം ക്ഷണിക്കപ്പെട്ടത് ബഹുമാന്യനായ പാസ്റ്റർ PG വർഗീസ് അവറുകളാണ്. PG മാത്യൂസ് അവറുകളാണ്. പ്രൈസ് ദി ലോർഡ്. ലോക സമൂഹത്തിൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ മറ്റിതര പ്രസ്ഥാനങ്ങളിൽ ബൈബിൾ കോളേജുകളിൽ ഒക്കെ നല്ല സുദീർഘമായ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ദൈവദാസൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അസിസ്റ്റന്റ് ഓവർസിയറായി പ്രവർത്തിക്കുകയും ബൈബിൾ കോളേജ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ദൈവദാസൻ കേരളത്തെ ഒന്നടങ്കമായി ആത്മീക ഉണർവിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി മുഖ്യ അതിഥിയായിട്ട് നാം തീരുമാനിച്ച് വിളിക്കുവാനും ക്ഷണിക്കുവാനുമൊക്കെ ഇടയായത്, നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രമുഖമായ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ട്. അത് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ ധാരയിൽ പത്തനംതിട്ട UDF കൺവീനറായിട്ടും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുമൊക്കെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാദറും സഹോദരങ്ങളുമൊക്കെ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുമൊക്കെ നമുക്ക് വേണ്ടി ഇന്ന് മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കപ്പെടാൻ ഇടയായത് വർഗീസ് മാമൻ അവറുകളാണ്. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പ്രതികാലി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ടവൻ ബ്രദർ ബാബു പറയത്തുകാട്ടിൽ അവറുകളാണ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ആരംഭം മുതൽ കൈകോട് കൈകോർത്ത് പിടിച്ച് ഒന്നിനും പിന്നോട്ട് മാറാകാതെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഏത് കാര്യം പറഞ്ഞാലും ഏത് രാത്രിയിൽ പറഞ്ഞാലും വിളിച്ചു പറയുന്ന, ചോദിക്കുന്ന, ഇടപെടുന്ന നല്ലൊരു സഹോദരനാണ് നമുക്കിതിൻ്റെ പ്രസിഡന്റായി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ അധ്യക്ഷനായിട്ട് നാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്വാനിക്കുകയും ഇന്ത്യയിൽ പല രാജ്യങ്ങളിൽ ഒക്കെ കടന്നുപോയി ശുശ്രൂഷിക്കുകയും ചെയ്ത് ഒരു പ്രസ്ഥാനത്തെ മൊത്തമായി കൊണ്ടുപോയി നടത്തുവാനുള്ളതായ കഴിവും കരുത്തുമുള്ള, നാം ഏറെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന ഡോക്ടർ ബിഷപ്പ് ബാബു ജോർജ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന് 9 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോർഡുണ്ട്.
ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ആ ബോർഡിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ബോർഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന കേരളത്തിലുള്ള താലൂക്ക്, ജില്ല, സ്റ്റേറ്റ്, ജനറൽ പ്രവർത്തിക്കുന്ന അനവധി ദൈവദാസന്മാർ, ദൈവമക്കളുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ പ്രതിനിധി മീറ്റിങ്ങിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.